ഇന്നത്തെ ഒരു ദിവസം ഞാൻ കൊറിയർ ചെയ്തത് എത്ര പൈസക്കാന്നറിയോ? എത്ര പൈസക്കാന്ന് സത്യം പറയാച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇതിലെവിടെയാടാ കാൽക്കുലേറ്റർ? കിട്ടി. അപ്പം ഇന്ന് 4 കൊറിയറാണ് പോയത്. സുരേഷ് കുമാർ പോയത് എങ്ങോട്ടാണെന്നറിയോ? എന്താ ഒരു സെക്കൻഡേ, ഈ കൊറിയറിൽ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. സുരേഷ് കുമാർ വരുന്നത് നാഗപ്പൂരാണ് വരുന്നത്. നാഗപ്പൂർ. അതിന് കൊറിയർ ചാർജ് വരുന്നത് 720 രൂപ. പിന്നെ രണ്ടാമത്തത് വരുന്നത് അനീഷ് ട്രിവാൻഡ്രം, ബിനീഷ് തമിഴ്നാട്. സുരേഷ് കുമാർ പറഞ്ഞു. ഒരു അഡ്രസ് കൂടി ഉണ്ടല്ലോ. ബിനീഷ്, സുരേഷ് കുമാർ, അനീഷ് എന്ന വിനയകുമാർ തൃശ്ശൂർ. അങ്ങനെ ഇന്ന് 4 ഫോട്ടോസാണ് ഇവിടുന്ന് കൊറിയർ അയച്ചത്. 4 എണ്ണത്തിൻ്റെയും കൂടി കൊറിയർ ചാർജ് ഒന്ന് നോക്കട്ടെ. 720 വരുന്നുണ്ട്. പിന്നെ വരുന്നത് 460, 300, 300. 1780 രൂപ. അതിൽ ഒരു 60 രൂപയും കൂടി വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, എൻ്റെ അഡ്വക്കേറ്റിന് എനിക്ക് ഇവിടുന്നൊരു സാധനം സൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ഹൈക്കോടതി അഡ്വക്കേറ്റ് ആട്ടോ എൻ്റെ. അപ്പം ടോട്ടൽ വരുന്നത് 1840 രൂപയാണ് ഇന്നത്തെ ഒരു ഡേ ഞാൻ കൊറിയർ അയച്ചതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ. അപ്പം ഞാനതൊന്ന് ചെയ്യട്ടെ. ഈ ഞാൻ കൊറിയർ ചെയ്യുന്ന ആൾക്ക് കൊറിയർ ചാർജ് എൻ്റെ ഫോണിൽ അറിയാമല്ലോ, ഞാൻ മാറ്റിക്ക് 1840 രൂപ. ഇന്നത്തെ ഒരു ദിവസത്തെ കൊറിയർ ചാർജാണ് ഗൈസ്. അപ്പോൾ ഒരു മാസം എന്തായാലും ഒരു 10 രൂപൻ്റെ പുറത്ത് കൊറിയർ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഒരു മാസം കയ്യിൻ്റെ ഒരവസ്ഥ അറിയാമല്ലോ. എൻ്റെ പഴയ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരായിരുന്നു. ഫോൺ മാറ്റിയതാട്ടോ. കാരണം ഫോണ് സിസ്റ്ററുടെ മകൻ്റെ കയ്യിലാണ്. അതിലാണ് എൻ്റെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊറിയർ ചെയ്തതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, ടാറ്റാ.